Hi dears, plus 2 physics practical exam സീരീസിലെ പാർട്ട് 7 ആണിത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോൺവെക്സ് ലെൻസിൻ്റെ യു വി മെത്തേഡ് കാൽക്കുലേഷൻ ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തിയറി എഴുതുന്നത് എന്ന് കാണിച്ചിരുന്നു. ഇന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ബൈ യു വി ഗ്രാഫ്. ഗ്രാഫ് വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം തന്നെ തിയറി എഴുതുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കാനുണ്ട്. ആൻസർ ഷീറ്റിലേക്ക് ക്വസ്റ്റ്യൻ അതേപടി പകർത്തി എഴുതി. ഫൈൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ബൈ യു വി ഗ്രാഫ്. പിന്നെ വേണമെങ്കിൽ എയിമായിട്ട് എടുത്തെഴുതാം, നിർബന്ധമില്ല. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ തിയറി അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഇതാണ് ഇതിനകത്ത് നിർബന്ധമായിട്ടും വേണ്ടത്. അപ്പോൾ ഗ്രാഫുള്ള ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിൻ്റെ കറക്റ്റ് ഗ്രാഫ് റീഡിങ്സ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം തിയറി എഴുതി കൊടുത്തിട്ടാണ് പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങേണ്ടത്. അപ്പോൾ ഇങ്ങനെ ആദ്യം തിയറി എഴുതി കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സ്പെരിമെൻ്റ് റീഡിങ്സ് ഒന്നും തന്നെ ഉണ്ടാവില്ല. ഷേപ്പ് മാത്രമാണ് വരയ്ക്കേണ്ടത്. അതായത് എക്സ് ആക്സിസ് വരയ്ക്കുന്നു, വൈ ആക്സിസ് വരയ്ക്കുന്നു. അതിനുശേഷം എക്സിലെ ക്വാണ്ടിറ്റി, വൈയിലെ ക്വാണ്ടിറ്റി. ഇവിടെ യു വി ഗ്രാഫാണ് ചോദിച്ചത്, അതുകൊണ്ട് എക്സ് ആക്സിസിൽ യു, വൈ ആക്സിസിൽ വി. യു വി കർവിൻ്റെ ഷേപ്പ് നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെയൊരു കർവാണ്. അപ്പം ഈ ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് നിങ്ങളോടുള്ള ക്വസ്റ്റ്യൻ. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ് ഇവിടെ വേണ്ടത്. ഈ ഇക്വേഷൻ എഴുതിയാൽ മാത്രമേ ഇവിടെ മാർക്ക് കിട്ടുകയുള്ളൂ. അല്ലാതെ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള 1/f = 1/u + 1/v ഓർ f = uv/u + v ആ ഇക്വേഷൻ എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. എഫ് ഫോക്കൽ ലെങ്ത്, യു ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വി ഇമേജ് ഡിസ്റ്റൻസ്, അത് നിർബന്ധമില്ല. പക്ഷേ ഗ്രാഫുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെ ഏത് ഗ്രാഫാണോ വേണ്ടത് ആ ഗ്രാഫിൻ്റെ ഷേപ്പ് വരച്ച് അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കേണ്ടതിനുള്ള ഇക്വേഷൻ എഴുതിയാൽ മാത്രമേ തിയറിക്കുള്ള മാർക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഗ്രാഫിൻ്റെ ഷേപ്പ് വരച്ചതിന് ശേഷം ബൈസെക്ടർ വരച്ച് OA, OB ഇതൊക്കെ കാണിക്കണം. അങ്ങനെയാണ് ഈ ഗ്രാഫിൽ നിന്ന് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ OA + OB/4. മിനിമം തിയറി ഇത്രയെങ്കിലും മതി. ഗ്രാഫിൻ്റെ ഷേപ്പ് വരച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് റേ ഡയഗ്രമാണ്. ലെൻസ് മിറർ ഏത് എക്സ്പെരിമെൻ്റ് ആണെങ്കിലും റേ ഡയഗ്രം മസ്റ്റാണ്. റേ ഡയഗ്രം വരയ്ക്കുക. അതിൽ വെറുതെ സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ പോരാ, ആരോ മാർക്ക് വേണം, UV മാർക്ക് ചെയ്യണം, ലെൻസ്, ഒബ്ജക്റ്റ്, ഇമേജ്, ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണിക്കുന്ന റേ ഡയഗ്രം മസ്റ്റാണ്. അത് കഴിഞ്ഞാൽ അതിനടിയിൽ എന്തെഴുതണം? ഒബ്സർവേഷൻസ് ആൻഡ് കാൽക്കുലേഷൻസ് എന്ന് എഴുതിയതിന് ശേഷം ടാബുലാർ കോളം വരയ്ക്കുന്നു. യു വി ഗ്രാഫാണ്, വെറും ഈ 3 കോളം മാത്രം മതിയാകും. സീരിയൽ നമ്പർ എഴുതാനുള്ളൊരു കോളം, യു വി എഴുതാനുള്ള കോളം. യു കോളത്തിൽ ഇവിടെ സെൻറ്റിമീറ്റർ, വി കോളത്തിൽ സെൻറ്റിമീറ്റർ. എഫ് കോളം വരച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. വരച്ചാൽ നിങ്ങൾക്ക് ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ, നിർബന്ധമില്ല. നമുക്കൊരു ഗ്രാഫ് വരയ്ക്കാൻ എക്സിലെ വൈയിലെ ക്വാണ്ടിറ്റി മതി. അത് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് റീഡിംഗ് എടുത്ത് യു വി എഴുതാനുള്ള കോളം മാത്രം മതി. അതിൻ്റെ താഴെ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എഴുതുന്നു. ഫോക്കൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ. ഇനി അതിൻ്റെ ലാസ്റ്റ് എന്താണ്? റിസൾട്ട്. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം അതിനനുസരിച്ച് റിസൾട്ട് എഴുതാൻ പഠിക്കുക. ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ബൈ യു വി ഗ്രാഫ് = മീറ്റർ. സെൻറ്റിമീറ്ററിന് മീറ്ററിലാക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് എക്സ്റ്റേണൽ എക്സാമിനറിനെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ 10⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്നു. അങ്ങനെ SI യൂണിറ്റായ മീറ്റർ എഴുതുന്നു. ഇത്രയും കാര്യങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എക്സ്റ്റേണൽ എക്സാമിനറിനെ എഴുതി കാണിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് മിററും. കോൺകേവ് മിററിൻ്റെ കേസിലും ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതേ പ്രൊസീജിയർ, കോൺവെക്സ് ലെൻസ് എന്നുള്ളത് മാറ്റിയിട്ട് കോൺകേവ് മിററാക്കുന്നു. അതിനനുസരിച്ച് റേ ഡയഗ്രം മാറ്റി വരയ്ക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഇങ്ങനെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലെ ആദ്യത്തെ തിയറി പാർട്ട് എഴുതാൻ പഠിക്കുക. എല്ലാം തന്നെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻ വർഷങ്ങളിലായിട്ട് പലതവണ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാക്ടിക്കലുകൾ ചെയ്യുന്ന മെത്തേഡും കാൽക്കുലേഷനും ഗ്രാഫ് വരയ്ക്കുന്നതും വൈവ ക്വസ്റ്റ്യൻസ്
എല്ലാം അതുപോലെ നിങ്ങൾക്ക് വരാവുന്ന അബദ്ധങ്ങൾ എല്ലാം വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. പ്ലേലിസ്റ്റ് ലിങ്ക് ഞാനിവിടെ താഴെ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.